നമ്മളിങ്ങനെ നടന്നു വരുമായിരുന്നേ. അപ്പോൾ വഴിയിൽ ഈ ട്രീ നിൽക്കണം കേട്ടോ. എന്ത് ട്രീ ആണെന്ന് മനസ്സിലായോ? പെട്ടെന്ന് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. പക്ഷെ ഞാൻ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. കായയുടെ മുകളിലേക്ക് കായ എന്താണെന്ന് മനസ്സിലായ? നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ട് മേടിക്കുന്ന ഒലിവ് ഓയിൽ അല്ലേ, ആ ഒലിവ് കായ ഉണ്ടായി നിൽക്കുന്ന മരമാണത്. സീസൺ ആവുന്നേ ഉള്ളൂ. ഞാൻ ഹേസ്റ്റിങ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ന്യൂസിലാൻഡിലെ ഷോപ്പിലേക്ക് പോയിരുന്നു. അതെ, മൈക്ക് ഉണ്ടായിരുന്നു കയ്യിൽ, നോക്കണ്ട. അപ്പോൾ അവിടെ വെച്ച് കണ്ടാണ് ഇതാണ് ഈ ഒലിവ് കായ കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ടായി നിൽക്കുന്നുണ്ടോ. ഇത് കുറച്ചുകൂടി വലുതാവും. ഇത് ഒന്ന് പഴുക്കുമ്പോൾ കറുപ്പ് കളറാവും. എല്ലാ ഒലിവ് കായ അതെ പഴുക്കുമ്പോൾ കറുത്ത കളറാവും. പക്ഷെ ഈ സാധനം നമ്മളിപ്പോൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിഞ്ഞ കയ്പായിരിക്കും. അപ്പോൾ അതുമാണ് ഈ പച്ച ഒലിവ്സ് നമ്മൾ ഒരിക്കലും നമുക്ക് കാണാൻ കിട്ടാത്തത്. പച്ച ഒലിവ്സ് ഈ സാധനം അവരെടുത്ത് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഇത് ക്രാക്ക് ചെയ്തിട്ട് ഉപ്പിലിട്ട് വയ്ക്കും. അങ്ങനെ ഇത് കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതുവരെ ഫ്രഷ് കഴിച്ചിട്ടില്ല. ലെറ്റ് മീ ട്രൈ. ഇനി ട്രൈ ചെയ്യില്ല, അമ്മാതിരി കയ്പാ. അപ്പോൾ ഒലിവ്സ്. അപ്പോൾ കാറിൽ മാത്രം സഞ്ചരിക്കാണ്ട് ഓരോ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കുറേ നടക്കാനും ട്രക്കിങ്ങിനൊക്കെ പോകാൻ നോക്ക്. താങ്ക് യു, ബൈ.